എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ ദൈവത്തിന്റെ കൊച്ചു കേരളം. നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. എവിടുന്നാ? എങ്ങോട്ടാണ്? ഞങ്ങൾ ഇവിടെ അടുത്ത് വരെ വന്നതാ. എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, നമ്മളെ നാടത്തിൽ ശരിയില്ലല്ലോ. എവിടെ നോക്കിയാലും വെട്ടും കൊലയും മാത്രമേ കാണാനുള്ളൂ. അപ്പൊ പരിചയമില്ലാത്ത ആൾക്കാരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണല്ലോ. അതുകൊണ്ട് ചോദിച്ചാണ്. നിങ്ങളാരാ? എവിടുന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അല്ല, വാദി വെറുതെയായോ? നമ്മളെന്ന നാട്ടുകാരൻ തന്നെയാണ് വായി. കേട്ടിക്കണേ നമ്മളെ പേര്? ഇല്ല, പേരൊന്ന് പറഞ്ഞാ കേൾക്കാമായിരുന്നു. അപ്പറഞ്ഞതിൽ ലേശം അക്കാറുണ്ടല്ലോ. ഇത് കണ്ടീ, ഇതാണ് മോനെ മലപ്പുറം കത്തി. 100 കണക്കിന് ജീവൻ ഈ കത്തി കൊണ്ട് പരലോകത്തെത്തിണ്ട്. മനസ്സിലായിക്കോ? അടങ്ങി ഒതുങ്ങി നിന്നാൽ നിൽക്കുന്നവർക്ക് നല്ലത്. ബസ് വന്നിരുന്നെങ്കിൽ ചാടി കയറി രക്ഷപ്പെടാമായിരുന്നു. ബസ് പോയിട്ട് ലോറി കൂടെ വരുന്നില്ല. ഒരു സൈക്കിൾ വന്നാലും മതിയായിരുന്നു. ഇയാളൊരു കൊട്ടേഷൻ പാർട്ടിയാണെന്നാ തോന്നുന്നത്. ചിലപ്പോ ഏതെങ്കിലും ദേശീയ പാർട്ടിയുടെ ലോക്കൽ നേതാവാകാനും മതി. ഇതാ ഇപ്പോ അങ്ങനെയുള്ള നേതാക്കളുടെ ഒരു ലൈൻ. ഒന്ന് പതുക്കെ പറ, അയാൾ കേൾക്കും. ഹലോ, പടച്ചനെ ഫോണ് വന്നാണല്ലേ. നമ്മളാകെ ബേജാറായി പോയി. ഹലോ, ആ ഗഫൂറാണ്. വെട്ട് ഗഫൂർ ഏക്കുമാര ദോതുക്കട വെട്ടൊന്ന് തുണ്ടൻ 2. അതാണ് നമ്മളെ ലൈന്. കേട്ടോ, ഇത് സംഗതി അത് തന്നെ. ചോട്ടാ നേതാവ് തന്നെ. അത് ശരി, പിടിച്ചിട്ട് നിക്കണില്ലല്ലേ? ഒരു കാര്യം ചെയ്യ്, കാല് കൂട്ടിക്കെട്ടി കഴുത്ത് വെട്ടിക്കാള്. എടാ ഭയങ്കരാ, എതിർ പാർട്ടിക്കാരനെ ദാരുണമായി കൊല്ലാൻ പറയാ ദ്രോഹി. ആദ്യം കുറച്ച് നിലവിളിയും പരാക്രമൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യാക്കണ്ട, തട്ടിക്കള്. ആ ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ നോക്കിയോളാ. ഒന്നൊന്നും പേടിക്കണ്ട. ഓക്കെ ബൈ. മണിയാണ് പ്രശ്നം. മണി ലിസ്റ്റ് നമ്മൾ തരാം. കേട്ടോ, ലിസ്റ്റ് ഞാൻ തരാമെന്ന്. കേട്ടോ, മണിയെന്ന്. ഇത് ഞാൻ പറഞ്ഞ സംഗതി തന്നെ. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ അടവേ ഉള്ളൂ. നമ്മൾ പോലീസായിട്ട് അഭിനയിക്കാം. തുടങ്ങിക്കോ. ഇങ്ങോട്ട് മാറിയിക്കടാ. നിന്നെ പോലുള്ളവരെ കൊടുക്കാൻ വേഷം മാറി വന്നാലേ സാധിക്കൂ. യു ആർ അണ്ടർ അറസ്റ്റ്. നീ ആരെയാണോടാ ലിസ്റ്റ് ഇട്ട് തട്ടാൻ നോക്കുന്നത്? പറയടാ. എന്റെ പൊന്നു സാറേ, നമുക്ക് കോയിറച്ചിന്റെ ബിസിനസ്സാണ്. പുതിയ പണിക്കാരനോട് കോയിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞാണ്. മണിയാണ് പ്രശ്നമൊന്നും ലിസ്റ്റ് തരാമെന്നും പറഞ്ഞതോ? നമ്മളെ നാട്ടുകാരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ സാറേ. കോയിറച്ചി വാങ്ങിക്കൊണ്ടുപോകും, പൈസ തരൂല. അതാണ് പറഞ്ഞത് അവരെ ലിസ്റ്റ് തരാന്ന്. മണിയാണ് പ്രശ്നമെന്ന്. പറച്ചോലെ, മനുഷ്യനെ കൊല്ലാന്ന് പറഞ്ഞ കോയിനെ കൊല്ലുന്നതിൽ എളുപ്പമായില്ല നമ്മളെ നാട്ടില്. അതിലിപ്പോ നമ്മളും കുടുങ്ങി.